ഹായ് ഹലോ ആതിരയാ. അപ്പോൾ അപ്പൂസിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. നമ്മൾ വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ട് ചെയ്യുകയാണേ. വെണ്ടയ്ക്കതാ ഞാൻ ചെയ്യുന്ന പോലെ നെടുകയെ പിളർന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഹസ്ബൻഡിന് വേണം ക്രെഡിറ്റ് കൊടുക്കാൻ, കാരണം പുള്ളിയാണ് എനിക്ക് ഈ ഒരു ഐറ്റം കാണിച്ചു തന്നത്. എല്ലാം ചെറിയ പീസസ് ആയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് അതിലേക്ക് സവോള വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. ഞാൻ ദേ പാനും വെച്ചു, എണ്ണ ചൂടായി, കടുകിട്ടു. കടുക് ദേ പൊട്ടുന്ന കേൾക്കാൻ നല്ല രസമില്ലേ സൗണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും എല്ലാം കൂടെ ഞാൻ ഇട്ടു. അത് ചെറുതായിട്ടൊന്ന് വഴറ്റണം, ഉപ്പിടണം ആവശ്യത്തിന്. അത് കൂടുതൽ ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഞാൻ കുറച്ച് വഴറ്റിയപ്പോൾ കൂടിപ്പോയി, അത്രയും വേണ്ട. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പാകത്തിന് ഒന്ന് വഴറ്റി വരണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഞാനിടുന്നത്. കുറച്ച് മതി, കാരണം കൊച്ചല്ലേ, അവന് എരിവധികം വേണ്ടല്ലോ. ദേ അപ്പോഴത്തേക്ക് മുട്ടയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കണേ അപ്പൂസ്. കണ്ടില്ലേ, കള്ളച്ചിരി കണ്ടില്ലേ, അവൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒന്ന് ചിക്കി വറുക്കണേ. മുട്ട ചിക്കി വറുത്ത് കഴിഞ്ഞ് ശരിക്കും ഇത് ബ്ലെൻഡ് ചെയ്യണം, നല്ല ശരിക്കും ബ്ലെൻഡ് ചെയ്യണം. ആ കളറൊക്കെ മുട്ടയുടെ അകത്ത് കൂടെ ഒന്ന് പിടിച്ച് വരണം, മുളകും എല്ലാം നല്ല ശരിക്കും ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ആ ഒരു മുട്ടയിലേക്ക് പിടിച്ചു വരും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെണ്ടയ്ക്ക തിന്നാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമാണ് കൂട്ടാൻ വേണ്ടി ചോറിൻ്റെ കൂടെ. അപ്പം ഞാനെല്ലാം റെഡിയാക്കി. പക്ഷേ ദേ അവൻ ചെയ്തത് നോക്കിക്കേ, വെണ്ടയ്ക്ക പിന്നെയും ഇട്ടുകൊണ്ടിരിക്കണ അവൻ്റെ പാത്രത്തിലേക്ക്, കാരണം അവൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടിട്ടേ അവനത് വേണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അപ്പൂസിൻ്റെ ഈ ഒരു ഇഷ്ടമുള്ള ഐറ്റം നിങ്ങളുണ്ടാക്കി നോക്കില്ലേ, ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ, നാളെ കാണാം.